ഭൂമിയിലെ മനുഷ്യന്റെ സ്വാഭാവിക അന്ത്യത്തെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആശങ്ക തോന്നും അല്ലേ? എന്നാൽ 20 വർഷം കഴിഞ്ഞോ 30 വർഷം കഴിഞ്ഞോ എന്തായിരിക്കും കേരളത്തിന്റെ ഭാവി എന്നതിനെ പറ്റി നമ്മൾ അത്തരം ആകുലത പുലർത്തുന്നുണ്ടോ? കേരളത്തിന്റെ ഭാവി എന്ന് പറയുമ്പോൾ നാം കാക്ഷിക്കുന്ന ഭാവിയും യഥാർത്ഥത്തിൽ എത്തിപ്പെടുന്ന ഭാവിയും രണ്ടും രണ്ടായി കാണണം. ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതമായ രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിനുണ്ടാകുന്ന ഭാവി എന്തായിരിക്കും എന്നതിനെ പറ്റിയാണ്. 2040 ആകുമ്പോഴേക്കും സമുദ്രജലനിരപ്പിൽ ഉണ്ടാകുന്ന വർധന മൂലം കേരളത്തിന്റെ തീരമേഖല 10% മുതൽ 15% വരെ വെള്ളം ഉയരുന്നതിനും തന്മൂലം കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ കരയിലേക്ക് വെള്ളം കയറുന്നതിനും സാധ്യത വളരെ കൂടുതലാണ്. അഷ്ടമുടി കായൽ പോലെ സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളിലും ഈ പ്രവണത കാണാവുന്നതാണ്. മാത്രമല്ല, മഴക്കാലങ്ങളിൽ ഒഴുകി വരുന്ന വെള്ളം ഉയർന്നിരുന്നത് മൂലം കുറെ കൂടി സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത വളരെ കൂടുതലാണ്. 2018 വെള്ളപ്പൊക്കങ്ങളെല്ലാം ചെറിയ വെള്ളപ്പൊക്കങ്ങളായി മാറുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തപ്പെടും. അതോടൊപ്പം വനമേഖലയിൽ നടക്കുന്ന പാരിസ്ഥിതിക വിരുദ്ധ കാര്യങ്ങൾ മൂലം മണ്ണിടിച്ചിലും മറ്റും വർദ്ധിക്കുന്നതിനും മുണ്ടക്കൈ പോലുള്ള സംഭവങ്ങൾ വിവിധ മേഖലകളിൽ വർദ്ധിക്കുന്നതിനും കാരണമാകുന്നതാണ്. ഇതോടൊപ്പം വനങ്ങളിൽ വെള്ളവും ഭക്ഷണവും കുറയുന്നത് മൂലം വന്യമൃഗങ്ങൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. ഉൾവനങ്ങളിൽ നല്ല രീതിയിൽ ഭക്ഷ്യയോഗ്യമായ പുല്ലുകളും ചെടികളും വൃക്ഷങ്ങളും മുളകളും മറ്റും വളർത്തിയും വേനൽക്കാലങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കി മാത്രമേ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും സംഘർഷം ലഘൂകരിക്കാനാകൂ. ഇപ്പോഴും വ്യവസായ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന പല ഘടകങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലിനു വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം കുറെ കൂടി വർദ്ധിക്കാനാണ് സാധ്യത. വിദേശങ്ങളിൽ വിസ ലഭിക്കാനുണ്ടാകുന്ന കൂടുതൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ നോക്കിയാൽ വിദേശത്തുള്ള തൊഴിലവസരവും കുറയുന്നതാണ്. അതേസമയം പഠനത്തിനും തുടർന്ന് ജോലിക്കുമായി പോകുന്നവർ തിരിച്ചു വരാത്ത വിധം ആ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നതോടെ വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചെത്താതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. സംസ്ഥാനത്തിന്റെ കടം വളരെ വർദ്ധിച്ചു വരുന്നതിനാൽ സ്വകാര്യ മേഖലയിലൊഴികെ മൂലധന നിക്ഷേപം നടത്തുക എന്നത് അപ്രാപ്യമായ ഒരു സംഗതിയായി മാറും. വിനോദസഞ്ചാര മേഖലയും അനുബന്ധ സ്ഥലങ്ങളും ശുചിയായും പാരിസ്ഥിതികമായി നല്ല രീതിയിലും സൂക്ഷിക്കാത്തതിനാൽ വിദേശങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും. ജനസംഖ്യാ വർധനവ് കുറയുന്ന എല്ലാ ലക്ഷണങ്ങളും കാണാനാകും. എന്നാൽ ചില വിഭാഗങ്ങളിൽ ജനസംഖ്യാ വർധനവ് താരതമ്യേന കൂടുതലായിരിക്കും. ഇതുമൂലം സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടാകുന്ന അസമത്വങ്ങൾ വർദ്ധിക്കും. കേരളത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ഒരു അറബിക് സംസ്കാരത്തിലേക്ക് ഏകദേശം വീണു കഴിഞ്ഞിരിക്കുന്നു. ജനസംഖ്യാ വ്യതിയാനവും അതോടൊപ്പം ഭക്ഷണക്രമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒരു വിഭാഗം ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നെൽ കർഷകരെ സർക്കാർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിൽ നിന്ന് അകറ്റുന്നതിനും ഉൽപാദനം തന്നെ ഇല്ലാതാക്കുന്നതിനും ഇടയാക്കും. അങ്ങനെ കൃഷി, വ്യവസായ, സേവന മേഖലകൾ എന്നിവയുടെ മുരടിപ്പും തൊഴിലില്ലായ്മയും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കും. സമൂഹ മാധ്യമങ്ങളുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവയുടെ മുൻപിൽ പത്രങ്ങൾ തീർച്ചയായും അപ്രസക്തമാക്കുന്ന കാലം വിദൂരമല്ല. ഒരുപക്ഷെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ അപ്രസക്തമാക്കാൻ സാധ്യതയുണ്ട്. സമൂഹ മാധ്യമങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് പരിശീലനം നേടേണ്ടതും അത് സ്ഥിരമായ സമൂഹ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. ഹിംസാത്മകമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ പൊതുവെ പടരുന്നില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാമാന്യ മനുഷ്യന് അചിന്ത്യമായ തരത്തിൽ ഹിംസകളാണ് ഇപ്പോൾ എങ്ങും കാണുന്നത്. ഇതിനൊരു പ്രധാന കാരണം മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന വലിയ ആഘാതങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കേരളത്തിന് വഴി കാണപ്പെടുന്നില്ല. എന്നാൽ അതിന്റെ ആഘാതം കുറയ്ക്കുന്നതിനും അതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക, സാമ്പത്തിക, സാമൂഹിക പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ കേരളം മുൻകൂട്ടി എടുക്കേണ്ടതാണ്.